blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ആദ്യമേ തന്നെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത, ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി വർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ജയ്പൂരിൽ നിന്നുള്ള മറിയാമ്മ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൊച്ചുമകൻ അമിത്തിൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ആ മോനെ അനുഗ്രഹിക്കുന്നു. 3 കൊച്ചുമക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ ഭാര്യയ്ക്ക് നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ളൊരു പൈതലിനെ കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂജപ്പുരയിൽ നിന്നുള്ള ദിവ്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദിവ്യയ്ക്കും അവളുടെ അമ്മയുടെ സഹോദരി ഓമനയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടമക്കുടിയിൽ നിന്നുള്ള ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രോപ്പർട്ടി സംബന്ധമായ കേസിൽ വളരെ അനുകൂലമായ ന്യായമായ ഒരു വിധി ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരാപ്പുഴയിൽ നിന്നുള്ള ആതിരാം മുരളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിതാവിന് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതലുണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഗ്പൂരിൽ നിന്നുള്ള അനു സോനു മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. തനിക്കും കർത്താവെ ഒരു നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള പൈതലിനെ അങ്ങ് നൽകണമേ. കർത്താവ്, ലോകം എമ്പാടുമുള്ള അനേക ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. എൻ്റെ പേര് ജിജി എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ് പോള്. ഇത് ഞങ്ങളുടെ മകൾ ലേയ പോളാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇതിനിടയിൽ 6 പ്രാവശ്യം ഈ സഹോദരി പ്രഗ്നൻ്റായി. 6 പ്രാവശ്യവും മിസ്കാരേജിലൂടെ കുഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്ത് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞില്ല. എന്തൊക്കെയോ ഹോർമോൺസിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞേ. 2014 ഒക്ടോബർ 26 ചേട്ടൻ്റെ ഫാദർ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അന്നാണ് ആദ്യമായി ഞാനിവിടെ പ്രെയറിന് കടന്നു വരുന്നത്. ഞാൻ വന്ന സമയത്ത് 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ പ്രെയർ അവസാനിച്ചു. ബ്രദർ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈ സഹോദരി മടങ്ങിപ്പോയി. പിറ്റേ ഞായറാഴ്ച, അപ്പോൾ ഒരാഴ്ച അവിടെ ഒരു സമയം കിട്ടി. പിറ്റേ ഞായറാഴ്ച അതിരാവിലെ ഈ സഹോദരൻ ഇവിടെ വന്നു. അടുത്ത ഞായറാഴ്ച അതിരാവിലെ ഇവിടെ വന്നു. സഹോദരിക്ക് വരാൻ ഒത്തില്ല. ഇവിടെ വന്നു. അന്ന് ക്ഷമ സിസ്റ്റർ, ഓർമ്മ കിട്ടുന്നില്ല, അന്ന് ക്ഷമ സിസ്റ്ററായിരുന്നു പിറ്റേ ദിവസം പ്രാർത്ഥിച്ചത്. സഹോദരി പറയുന്നത്, അതിനുശേഷം എൻ്റെ ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. അത് പോസിറ്റീവ് റിപ്പോർട്ടായിട്ട് വന്നു. പല ഡോക്ടർ പറഞ്ഞു ഇതും മിസ്കാരേജിലൂടെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വിശ്വസിച്ചു, എൻ്റെ കർത്താവ് തന്ന കുഞ്ഞ ഇത് മിസ്കാരേജിലൂടെ പോകത്തില്ലെന്ന് വിശ്വസിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പ്രയാസമോ ഒരു പ്രശ്നമോ ഉണ്ടായില്ല. ആ കറക്റ്റ് ഡേറ്റ് വന്നപ്പോൾ ഒരു സുന്ദരിയായ ഒരു കൊച്ചിനെ കർത്താവ് കൊടുത്തു. പേര് പറഞ്ഞില്ല. പോൾ സിസ്റ്റർ ജിജി. കൊച്ചിൻ്റെ പേര് ലയാ പോൾ എന്ന് പേരിട്ടു. ശക്തിയോടെ കൈകളടിച്ച് യേശു നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി നന്ദി പറയാം. യേശുവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. നീണ്ട 18 വർഷത്തെ ശൂന്യതയ്ക്ക് ശേഷം കർത്താവ് കൊടുത്ത ദാനവുമായി ഇന്നിവിടെ വന്നല്ലോ കർത്താവെ.
ഈ സാക്ഷ്യം കാണുന്ന എല്ലാവരുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. ആരും പ്രാപിച്ചിട്ടില്ലാത്തത് പ്രാപിച്ചെടുക്കാൻ കർത്താവേ ഒരു കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയത്ത് കൈവച്ചവരെ അനുഗ്രഹിക്കും. ദൈവം കൊടുത്ത കുഞ്ഞിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. തുടർന്ന് ഉദയ്പൂരിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശവും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അടുത്ത ചില ആഴ്ചകളിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ടീം പല സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയതിൻ്റെ അവിടെയുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നിങ്ങൾക്ക് കാണാം, സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. സോ നമുക്കിന്ന് രാജസ്ഥാനിലെ ഉദയ്പൂരിലേക്ക് പോകാം. Today I'm going to talk about God's miracles for his children. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അത്ഭുതം എന്നതിനെ കുറിച്ചാണ്. In my boyhood days, I never had come across any miracle of God. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ള ഒരു അത്ഭുതം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ലായിരുന്നു. As I was born in a Christian family, of course I believed in God. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന But I വ്യക്തിയായിരുന്നു. had never seen any miracle of God. എന്നാൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഞാൻ അന്നുവരെ കണ്ടിട്ടില്ലായിരുന്നു. When I came to the Lord in a personal way, when I had an encounter with Jesus, I started seeing so many uncounted thousands of miracles that the Lord is doing. എന്നാൽ എപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയോ അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. When I read the Bible, in the pages of the Bible, I came across a God who performs miracle after miracle for his children. ദൈവത്തിൻ്റെ വചനം ഞാൻ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടുമുട്ടിയ മനസ്സിലാക്കിയ ദൈവം ഓരോ നിമിഷങ്ങളിലും ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ദിനംതോറും ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. The God of the Bible is a miracle working God. ബൈബിളിലെ ദൈവം എന്നുള്ളത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. All of us, we are believing and we are serving in a miracle working God. ഓർക്കുക, നാം എല്ലാവരും വിശ്വസിക്കുന്നതും നാം എല്ലാവരും സേവിക്കുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ തന്നെയാണ്. So if we can know the miracle working God and his possibilities that he can do in our lives, we can expect great things from the Lord. അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് ദൈവം എന്നുള്ള അറിവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിധങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അത്ഭുതങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും അനുഭവേദ്യമാക്കുവാനായി സാധിക്കും. Remember one thing, our God is not a limited personality as we are. ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യരെ പോലെ നമ്മെ പോലെ പരിധികളുള്ള ഒരുവനല്ല നമ്മുടെ ദൈവം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. God is an unlimited God. കാരണം നമ്മുടെ ദൈവം പരിധികൾക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. So when we connect our lives to this God, we also become unlimited. അതുകൊണ്ട് പരിധികളില്ലാത്ത ഈ ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ നാം ബന്ധിക്കുമ്പോൾ നാമും പരിധികളില്ലാത്ത വ്യക്തികളായി തീരുകയാണ്. When we study the Bible, നാം ബൈബിൾ പഠിക്കുമ്പോൾ most of the miracles that the Lord is doing are for his children. ഓർക്കുക, ദൈവത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളും അവൻ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Many times in our lives we come to a situation where we know that the natural become very limited and impossible. നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതിയാ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളത് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. And let me tell you, that is a time for the supernatural
intervention of God in our lives. ആ സമയത്താണ് പ്രകൃതിക്ക് അതീതമായിട്ടുള്ള അഭൗമികനായ ദൈവത്തിന്റെ പ്രവർത്തികൾ, അത്ഭുതങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. In blessing festivals that we conduct like this, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാം നടത്തുന്ന സമയത്ത് some people came and testified like this. ചില ആളുകൾ മുന്നോട്ട് വന്ന് സാക്ഷ്യം പങ്കുവെക്കുന്ന ഇതുപോലെയാണ്. Some of them were heavily alcoholic. ചില ആളുകൾ കടുത്ത മദ്യപാനികളായിരുന്നു. 20 years, 30 years, 50 years plus alcoholics. 20 വർഷം, 30 വർഷം, 50 വർഷത്തിലധികമൊക്കെ ആയിട്ട് മദ്യപാനികളായിട്ടുള്ളവർ. The relatives and the family members took them for different kinds of treatments. അവരുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാം തന്നെ വ്യത്യസ്തമായ ട്രീറ്റ്മെന്റുകളിലൂടെ അവരെ കൊണ്ടുപോയിട്ടുള്ളതുമാണ്. But there was no result. എങ്കിലും ഫലം ഒന്നും കണ്ടിട്ടില്ല. But they came to prayer meetings like this. എന്നാൽ അവർ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ മീറ്റിംഗുകളിൽ വന്നു ചേരുകയാണ്. They heard about the Jesus who can deliver people from all the addictions. ഇത്തരം അഡിക്ഷനുകളിൽ നിന്ന് ജനങ്ങളെ യേശു കർത്താവ് വിടുവിക്കുന്നു എന്നതിനെ കുറിച്ച് അവർ കേട്ടിരിക്കുന്നു. You know what happened was when they believed in the Lord and when they believed in the miracles of Jesus, instantaneously they got delivered from alcoholism. ഓർക്കുക, ഇത് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വരുന്ന പ്രാർത്ഥനയിൽ വെച്ച് അത് വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ മദ്യപാനത്തിന്റെ ആസക്തി അവരെ വിട്ടു പോവുകയാണ്. When all the doors in front of you are closed, God will open a new door in a miraculous way. അതുകൊണ്ട് സകല വാതിലുകളും നിങ്ങളുടെ മുൻപിൽ അടഞ്ഞിരിക്കുകയായിരിക്കാം, പക്ഷേ നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുൻപാകെ വാതിൽ തുറക്കുകയാണ്. Can you shout one more hallelujah to this Lord? ചേർന്ന് ഹല്ലേലൂയ. Revelations 3 and verse number 8 says God will open a door which no one can shut. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു, ആർക്കും അടച്ചുകൂടാൻ സാധിക്കാത്തൊരു വാതിൽ അവർ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. Ways are closed, you don't see any way out, you don't see any door, but miraculously in a supernatural way, in an unexpected way, the Lord is going to open doors for you. നിങ്ങളുടെ മുൻപിൽ സകല വഴികളും വാതിലുകളും ഒരു പക്ഷേ അടഞ്ഞിരിക്കുകയായിരിക്കാം, പക്ഷെ ഭൗതികമായിട്ടുള്ള വാതിലുകൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ അഭൗമികനായിട്ടുള്ള ഒരു ദൈവം നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ആ വാതിലുകൾ തുറന്നു തരുവാനായി പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. Now when Jesus came to this world, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he came to show us the nature of God. ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. God is invisible. ദൈവം അദൃശ്യനാണ്. Nobody has ever seen God. എന്നുവരെയും ആരും അവനെ കണ്ടിട്ടില്ല. But Jesus came as a visible God. എന്നാൽ യേശു വന്നത് ദൃശ്യമായ ദൈവിക രൂപത്തോടെയായിരുന്നു. Why? Because he came in human flesh. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ മനുഷ്യ ശരീരത്തിലാണ് അവൻ ഇറങ്ങി വന്നത്. He had the same human form as that we have. നമുക്കുള്ള ഇതേ മനുഷ്യ ശരീരാകൃതിയായിരുന്നു അവനും ഉണ്ടായിരുന്നത്. So people in those days could see a human body, but in him there was the spirit of the Almighty God residing. അന്ന് ഉണ്ടായിരുന്ന ജനങ്ങൾ യേശുവിന്റെ ഭൗതിക ശരീരം ആണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിലും അവന്റെ അകത്ത് ദൈവത്തിന്റെ വെളിപ്പെട്ടു വന്ന രൂപമുണ്ടായിരുന്നു. Hallelujah. ഹല്ലേലൂയ. And when Jesus started moving in his ministry, യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ പ്രവർത്തന നിരതനായി കൊണ്ടിരുന്നപ്പോൾ from day one he started doing a lot of miracles. ആദ്യത്തെ ദിവസം മുതൽ തന്നെ അവൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യാനായി തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. All the miracles that Jesus did was beneficial and useful for the people. യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അന്നുണ്ടായിരുന്ന സകല ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ളതും ആയിട്ടുള്ളതും മാത്രമേ അവൻ അത്ഭുതമായി ചെയ്തിട്ടുള്ളൂ. Jesus never did a miracle to impress people. ജനങ്ങളെ സ്വാധീനിക്കുവാൻ അല്ലെങ്കിൽ ആകർഷിക്കുവാൻ വേണ്ടി മാത്രം ഒരു മാജിക് പോലുള്ള അത്ഭുതങ്ങൾ അവൻ ഒരിക്കലും ചെയ്തിട്ടില്ല. Jesus fasted for 40 days. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ചു. When the tempter, the devil, came to him, അവന്റെ മുൻപിൽ
പരീക്ഷകനായിട്ടുള്ള പിശാച് ഇറങ്ങി വന്നു. The devil asked him to do some tricks and adventurous acts so that he could draw people. അന്നേരം പിശാച് വന്നിട്ട് അവനോട് ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചില അഭ്യാസന പ്രകടനങ്ങൾ ഒക്കെ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യേശുവിനെ പ്രേരിപ്പിച്ചു. The devil tempted him to change stones into bread. പിശാച് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ലുകളോട് അപ്പമായി തീരുവാൻ വേണ്ടി കൽപ്പിക്കുവാനായി യേശുവിനെ പ്രേരിപ്പിച്ചു. He asked him to jump from the pinnacle of the temple. അതുമാത്രമല്ല ദൈവാലയത്തിന്റെ ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് ചാടുവാനായി പ്രേരിപ്പിച്ചു. But Jesus never did that. യേശു കർത്താവ് പക്ഷെ അത് ചെയ്തതേയില്ല. Jesus does useful miracles for his children. ഓർക്കുക, യേശു തന്റെ മക്കൾക്ക് പ്രയോജനപ്രദമായ അത്ഭുതങ്ങൾ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. Tonight that Jesus Christ is here. ഇന്ന് രാത്രി അതേ യേശു നമ്മുടെ നടുവിലും ഇന്ന് വന്നിട്ടുണ്ട്. He is more than willing to do something in your personal life. എന്ന് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനായി അവൻ വളരെയധികം ആഗ്രഹത്തോടു കൂടി He ആയിരിക്കുകയാണ്. wants to do some miracles for your children. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to do some miracles in your business, നിങ്ങളുടെ ബിസിനസ്സിൽ ചില അത്ഭുതങ്ങൾ നടത്തുവാൻ in ആഗ്രഹിക്കുന്നു. your marriage, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, in the education realm of your children. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ The Lord wants to do something. കർത്താവ് ചിലത് ചെയ്യുവാനായി ആഗ്രഹിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. How many of you want to receive a miracle from the Lord? കർത്താവിൽ നിന്ന് ഒരു അത്ഭുതം എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിന് വേണം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. John the Apostle wrote in his gospel, യോഹന്നാൻ അപ്പസ്തോലൻ തന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതി. John chapter 20 and John chapter 21. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതുപോലെ 21-ാമത്തെ അധ്യായം. John wrote, if I ever write all the miracles Jesus did, the books even the whole world cannot contain. അവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് ചെയ്ത സകല അത്ഭുതങ്ങളെ കുറിച്ചും ഞാൻ എഴുതുവാൻ പോയാൽ ഈ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ That വിചാരിക്കുന്നു. means no human being can completely describe and explain the number of miracles that Jesus has performed. അതിന്റെ അർത്ഥം ഇതാണ്, യേശു കർത്താവ് അന്ന് ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത അത്ഭുതങ്ങളുടെ എണ്ണം, അതിന്റെ കണക്കുകൾ ഒരു വ്യക്തിക്കും വിവരിക്കാനോ എഴുതി കൂട്ടി ചേർക്കുവാനോ സാധിക്കുന്നതിനേക്കാൾ അധികമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. And that Jesus is more than willing to do some miracles in our lives. ഓർക്കുക, അതേ യേശുവിന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്തു തരാൻ ആഗ്രഹിക്കുകയാണ്. First, Jesus started doing miracles. ആദ്യം യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനായി തുടങ്ങി. Then he gave the same authority and power to his disciples so that they could go around to different villages and towns and cities and to perform miracles in the name of Jesus. അതിനുശേഷം അവൻ അധികാരവും അതുപോലെ ശുശ്രൂഷകളും ശിഷ്യന്മാർക്ക് കൈമാറ്റം ചെയ്തു. അവരിലൂടെ വിവിധ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഇതേ അത്ഭുതത്തിന്റെ പ്രവൃത്തി താൻ തുടരുവാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. When we come to Acts of the Apostles chapter number 3, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം എത്തിച്ചേർന്നാൽ, after the ascension of Jesus, the first miracle that is recorded is there in Acts chapter 3. യേശു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ അത്ഭുതം എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. That miracle was a very visible miracle. ആ അത്ഭുതം എന്നുള്ളത് മറ്റുള്ളവർ കാണുക വളരെ ദൃശ്യമായിട്ടുള്ള ഒരു അത്ഭുതം തന്നെയായിരുന്നു. There was a man sitting in front of the temple of God. അവിടെ ദൈവാലയത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. And he was a beggar. അദ്ദേഹം ഒരു യാചകനുമായിരുന്നു. He was a born crippled man. അദ്ദേഹം ജന്മനാ തന്നെ മുടന്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. And every day some people carried him to the temple courts in front of the temple. എല്ലാ ദിവസവും ചില ആളുകൾ ചേർന്ന് അവനെ ചുമന്നുകൊണ്ട് ഈ ദൈവാലയ ഗോപുരത്തിന്റെ മുൻപിൽ കൊണ്ടുപോയി ഇരുത്തും. And he used to beg for something. അവിടെ ഇരുന്നു കൊണ്ട് അവൻ ആളുകളോട് യാചിക്കുവാനായി തുടങ്ങുന്നു. But that day, എന്നാൽ ആ ദിവസം 2 apostles were coming to the temple, 2 അപ്പസ്തോലന്മാർ ദൈവാലയത്തിലേക്ക് നടന്നു വരികയായിരുന്നു. Peter and John. പത്രോസും യോഹന്നാനും. They were full of the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനാൽ
പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന And they സമയമായിരുന്നു. were full of faith. അതുമാത്രമല്ല വിശ്വാസത്തിൽ അവരായിരുന്നു. And they were so united in faith. എന്ന് മാത്രമല്ല അവർ ഇരുവരും വിശ്വാസത്തിൽ രമ്യതയിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. That day, when they came to the temple, ആ ദിവസം അവർ ആ ദൈവാലയത്തിനകത്ത് വന്നപ്പോൾ both the apostles, they saw this lame or this crippled man. രണ്ട് അപ്പസ്തോലന്മാരും അവിടെ ഇരിക്കുന്ന ഈ മുടന്തനായ ഈ യാചകനെ വീക്ഷിച്ചു. Acts chapter 3, verse number 6 and 7. അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 6-7 വചനങ്ങൾ. When we read, then Peter said, silver or gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, walk. അവിടെ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. Taking him by the right hand, he held him up, and instantly the man's feet and ankles became strong. 7-ാമത്തെ വചനം, അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. This is an instantaneous miracle. ഇത് വളരെ പെട്ടെന്ന് നടന്നിട്ടുള്ള ഒരു അത്ഭുതമാണ്. We have seen many miracles like that. ഇതുപോലുള്ള ഒത്തിരി അത്ഭുതങ്ങൾ നാം കണ്ടിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. Even today Jesus is doing same kind of miracles. ഇന്നും ഇതുപോലുള്ള അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. From this miracle, what we can understand is that God is mindful even for a beggar. ഈ അത്ഭുതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന പാഠം ഇതാണ്: ഒരു യാചകന്റെ കാര്യത്തിൽ പോലും ദൈവം വളരെ ശ്രദ്ധാലുവാണ്. Hallelujah. ഹല്ലേലൂയ. This man was an unwanted, uneducated beggar. ഈ മനുഷ്യൻ എന്നുള്ളത് അപരിഷ്കൃതനായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയാണ്. He was living on because of a group of compassionate people who carried him every day to the temple. മറ്റുള്ള കരുണാസമ്പന്നനായിട്ടുള്ള ചില ആളുകളുടെ സഹായത്താലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നതും മുൻപിലുള്ള ദൈവാലയത്തിന് മുൻപിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തുന്നത് We can പോലും. even interpret that this way. There were some philanthropists, some charitable workers there. They were doing some social works every day and helping this man. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ വേണമെങ്കിൽ കരുതാൻ സാധിക്കും: ചില ജീവകാരുണ്യ പ്രവർത്തക സന്നദ്ധ സംഘങ്ങളിൽ ആരൊക്കെയോ ഇയാളെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്ക് ഈ ജോലി, യാചക ജോലി പോലും ചെയ്യാൻ Of സാധിക്കുന്നത്. course, we have such people in this world. ഈ ലോകത്തിൽ ഇതുപോലുള്ള ചില ആളുകൾ നമ്മുടെ ഇടയിലുമുണ്ട്. But only a miracle can redeem a person. Only a miracle can change a person's whole life and destiny. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു അത്ഭുതം നടന്നാൽ മാത്രമേ അവരുടെ ആകെ മൊത്തത്തിലുള്ള ജീവിത ഗതിക്ക് വ്യത്യാസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗികൾക്ക് വേണ്ടി ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക രോഗികൾ അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യമാക്കി. അതിനേക്കാൾ കൂടുതൽ പേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോയ ശേഷം ഇന്നും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം, യുഗങ്ങളുടെ അവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവെ, കൂടെ ഇരിക്കുന്ന യേശു ഇപ്പോൾ തന്നെ അനേകരെ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കഴുത്തിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ചിലപ്പോൾ നെക്കിനുള്ള കോളർ നിങ്ങൾ ധരിക്കുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ തന്നെ കഴുത്തും താഴേക്ക് കൈകളിലൂടെ ഒക്കെ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നതുപോലെ ഫിസ്റ്റുല എന്ന രോഗം സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കറുത്ത നിറത്തിലും ബ്രൗൺ നിറത്തിലുമൊക്കെ പാടുകൾ വന്ന്
വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രസ്റ്റിലുള്ള ചില ലംബുകൾ കർത്താവ് എടുത്തു മാറ്റുകയാണ് യേശുവിൻ്റെ നാമത്തിൽ, അത് സംഭവിക്കട്ടെ. ഫുഡ് പൈപ്പിന്, അന്നനാളത്തിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാകും. ചിലത് ചുരുങ്ങിപ്പോകുന്നതും ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്തതൊക്കെ ഏത് രീതിയിലായിരുന്നാലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമാശയം, അതിനകത്തുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അൾസറുകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അത് സ്റ്റൊമക്ക് അൾസറാകാം, മൗത്ത് അൾസറാകാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പാൻക്രിയാസ് സൗഖ്യമാകട്ടെ. ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ. കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലെ മണവും രുചിയും തിരിച്ചറിയാൻ കഴിയാത്ത ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരിപ്പോൾ സൗഖ്യമാകട്ടെ. ഈ നിമിഷം മുതൽ അതെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ക്യാൻസർ ബാധിതമായ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിച്ച് അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് കണ്ട് തൊട്ട് കർത്താവ് വേണ്ട വിടുതലുകൾ കൊടുക്കണമേ. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് യേശുവിനോട് ആവശ്യപ്പെട്ട് വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, നീ അങ്ങനെ ഓരോരുത്തരെയും വിടുവിക്കുന്നതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എന്നാൽ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയണം. നിങ്ങൾക്കിതിലൂടെ അനുഗ്രഹം ലഭിച്ചെങ്കിൽ ആരോടൊക്കെ പറയാമോ അവരോടൊക്കെ ഇതിനെക്കുറിച്ച് പറയണം. നാളെ നമുക്ക് മൂവാറ്റുപുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. മറ്റന്നാൾ തിരുവല്ലയിൽ നടക്കുന്നു. സാധ്യമായ എല്ലാവരും തന്നെ വരിക. ഈ വർഷം കർത്താവ് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൂടെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. അതുപോലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ കരസ്ഥമാക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഓൺലൈനായി അത് കരസ്ഥമാക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you all. Bye-bye.